പ്രിയ സുഹൃത്തുക്കളെ, ഗൗതം ബുദ്ധൻ ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട്. ദേഷ്യമെന്നത് ഉള്ളംകൈയിൽ കൊണ്ടുനടക്കുന്ന ആളിക്കെത്തുന്ന ഒരു കനൽ പോലെയാണ്. കൃത്യസമയത്ത് ആ തീയിലേക്ക് വീശുന്ന കാറ്റൊന്ന് നിർത്തിയില്ലെങ്കിൽ അത് നമുക്ക് ചുറ്റുമുള്ള സർവ്വതിനെയും ചാരമാക്കി മാറ്റും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. അനിയന്ത്രിതമായ ദേഷ്യം കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ തകർന്നുപോകാതിരിക്കാനും മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾക്ക് അവസാന നിമിഷം വരെ കാതോർക്കുക. കാരണം ദേഷ്യമെന്ന വികാരത്തെ എങ്ങനെ മെരുക്കാം എന്നുള്ള ലളിതവും എന്നാൽ കരുത്തുറ്റതുമായ ഒരു രഹസ്യം ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളും ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രകോപിതരാകാറുണ്ടോ? എങ്കിൽ ദേഷ്യത്തെ അതിജീവിച്ച് ശാന്തനും വിവേകിയുമായ ഒരു വ്യക്തിയാകാൻ നിങ്ങളെ സഹായിക്കുന്ന 10 ഫലപ്രദമായ വഴികളാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത്. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് പലതരം മനുഷ്യരുണ്ട്. ചിലർ കടൽ പോലെ ശാന്തരായിരിക്കുമ്പോൾ മറ്റു ചിലർ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന അഗ്നിപർവ്വതങ്ങളെപ്പോലെയാണ്. ദൈവവിശ്വാസികളും യുക്തിവാദികളും ക്ഷമയുള്ളവരും അക്ഷമയുള്ളവരുമെല്ലാം ചേർന്നതാണല്ലോ ഈ പ്രപഞ്ചം. സത്യത്തിൽ ദേഷ്യമെന്നത് ഏതൊരു മനുഷ്യനുമുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു വികാരമാണ്. എന്നാൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം. ചിലർ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നു, മറ്റു ചിലരാകട്ടെ ദേഷ്യത്തിന്റെ നിയന്ത്രണത്തിലായി പോകുന്നു. ദേഷ്യം നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദേഷ്യം വരുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ നമ്മുടെ ദഹനപ്രക്രിയയെ തകിടം മറിക്കുകയും ഉറക്കം കെടുത്തുകയും ചെയ്യും. നമ്മുടെ ചിന്താശേഷിയെപ്പോലും അത് തളർത്തിക്കളയും. തീർച്ചയായും ഒരു അനീതി കാണുമ്പോഴോ ആരെങ്കിലും ആവർത്തിച്ച് തെറ്റ് ചെയ്യുമ്പോഴോ ദേഷ്യം വരുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ആ ദേഷ്യം നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ദേഷ്യം കാരണം പ്രിയപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും തട്ടിക്കയറുന്നവർ ക്രമേണ സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോകും. വീടിനുള്ളിലെ ആ ശാന്തിയും സമാധാനവും അതോടെ ഇല്ലാതാകുന്നു. ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തുകടക്കാമെന്ന് ഗൗതം ബുദ്ധൻ പറഞ്ഞ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ ഗൗതം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവേ, എങ്ങനെയാണ് നമുക്ക് ഈ ദേഷ്യത്തെ വരുതിയിലാക്കാൻ കഴിയുക? ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ടൊരു കഥ പറഞ്ഞു തുടങ്ങി. പണ്ട് ഒരു ഗ്രാമത്തിൽ അമിതമായി ദേഷ്യം വരുന്ന ഒരു സ്ത്രീയുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ കലിതുള്ളുകയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വല്ലാതെ മുറിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ദേഷ്യം അടങ്ങിക്കഴിയുമ്പോൾ താൻ ചെയ്തതിനെ ഓർത്ത് അവർക്ക് വലിയ സങ്കടം തോന്നും. പക്ഷേ ദേഷ്യം വരുന്ന ആ നിമിഷം സ്വയം നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കില്ലായിരുന്നു. ഈ സ്വഭാവം കാരണം വീട്ടുകാരും നാട്ടുകാരും അവരിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി. തന്റെ ഈ ദുസ്വഭാവം മാറ്റാൻ ആരെങ്കിലും സഹായിക്കുമെന്ന് അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സന്യാസി ഭിക്ഷ ചോദിച്ച് അവരുടെ വാതിൽക്കലെത്തി. സന്യാസിയെ കണ്ടപ്പോൾ തന്റെ പ്രശ്നത്തിനൊരു പരിഹാരം ലഭിക്കുമെന്ന് കരുതി അവർ കാര്യം തുറന്നു പറഞ്ഞു. മഹാത്മാവേ, ദേഷ്യം വരുമ്പോൾ എനിക്ക് എന്റെ നാവോ വാക്കുകളോ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതിനൊരു മരുന്ന് നൽകി എന്നെ സഹായിക്കുമോ? ഇത് കേട്ട സന്യാസി തന്റെ സഞ്ചിയിൽ നിന്നൊരു കുപ്പിമരുന്ന് അവർക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇത് ദേഷ്യത്തിനുള്ള വളരെ അപൂർവമായ ഒരു ഔഷധമാണ്. എപ്പോൾ ദേഷ്യം വന്നാലും ഇതിൽ നിന്ന് കൃത്യം 4 തുള്ളി നാവിലിറ്റിച്ച് 10 മിനിറ്റ് നേരം വായ തുറക്കാതെ ഇരിക്കണം. 10 മിനിറ്റിനു മുൻപ് സംസാരിച്ചാൽ ഈ മരുന്ന് ഫലിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. അടുത്ത കുറച്ചു ദിവസങ്ങളിൽ ദേഷ്യം വരുമ്പോഴെല്ലാം അവർ ആ മരുന്ന് ഉപയോഗിക്കുകയും 10 മിനിറ്റ് മിണ്ടാതിരിക്കുകയും ചെയ്തു. സാവധാനം അവർ ദേഷ്യം നിയന്ത്രിക്കാൻ ശീലിച്ചു. 1 മാസത്തിനു ശേഷം സന്യാസി വീണ്ടും വന്നപ്പോൾ ആ സ്ത്രീ നന്ദിയോടെ പറഞ്ഞു, അങ്ങയുടെ മരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്റെ ദേഷ്യം പാടെ മാറി, വീട്ടിൽ വലിയ സമാധാനമാണ്. അപ്പോൾ സന്യാസി ചിരിച്ചുകൊണ്ട് അവരോട് ആ സത്യം വെളിപ്പെടുത്തി, മകളെ, ആ കുപ്പിയിലുണ്ടായിരുന്നത് വെറും സാധാരണ വെള്ളമായിരുന്നു. നിന്റെ ദേഷ്യം മാറ്റിയത് ആ മരുന്നല്ല, മറിച്ച് നീ ശീലിച്ച മൗനമാണ്. ദേഷ്യം എന്നത് വെറും 1 നിമിഷത്തെ വികാരമാണ്. ആ സമയത്ത് 10 മിനിറ്റ് നീ നിശബ്ദയായിരുന്നപ്പോൾ നിന്റെ ബുദ്ധി തെളിഞ്ഞു. മൗനമാണ് ദേഷ്യത്തെ തോൽപ്പിക്കാനുള്ള ഏറ്റവും വലിയ വഴി. ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോട് തുടർന്നു പറഞ്ഞു, ദേഷ്യത്തിന്റെ നിമിഷങ്ങളിൽ മനുഷ്യൻ പറഞ്ഞുവിടുന്ന വാക്കുകളാണ് പുതിയ പ്രശ്നങ്ങൾക്കും പകയ്ക്കും കാരണമാകുന്നത്. ആ നിമിഷമൊന്നും മിണ്ടാതിരിക്കാൻ സാധിച്ചാൽ ജീവിതത്തിലെ പല വലിയ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാം. ദേഷ്യം വരുമ്പോൾ മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുകയും പിന്നീട് ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. വെറും നിമിഷനേരത്തെ ദേഷ്യം കൊണ്ട് ചിലർ അക്രമം വരെ ചെയ്തു പോകുന്നു. എന്നാൽ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, നമ്മളെ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കുകയോ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയോ ചെയ്താൽ അവരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് എപ്പോഴും ബുദ്ധി. നമ്മൾ സാധാരണ മനുഷ്യരായതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വരും. എങ്കിലും ദേഷ്യമടക്കാൻ സഹായിക്കുന്ന 10 വഴികൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമിതാണ്, എന്തെങ്കിലും ദേഷ്യത്തിൽ സംസാരിക്കുന്നതിന് മുൻപ് 1 നിമിഷം നിർത്തി ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് ദേഷ്യം. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദേഷ്യം കൊണ്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ?
ദേഷ്യപ്പെട്ട് നമ്മൾ ഒരു കാര്യവും ഇവിടെ നന്നാക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് നിങ്ങളെക്കാൾ അറിവോ പക്വതയോ കുറഞ്ഞ ഒരാളോടാണ് നിങ്ങൾ തർക്കിക്കുന്നതെങ്കിൽ അവിടെ കൂടുതൽ വിവേകം കാണിക്കേണ്ടത് നിങ്ങളാണ്. യഥാർത്ഥത്തിൽ അറിവുള്ള ഒരാൾ പെട്ടെന്ന് പ്രകോപിതനാകില്ല. ദേഷ്യപ്പെടുന്ന ആൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അറിവില്ല എന്ന് മനസ്സിലാക്കി അവരോട് അങ്ങേയറ്റം ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറാൻ നമുക്ക് കഴിയണം. നിങ്ങളുടെ ആ സ്നേഹപൂർണമായ പെരുമാറ്റം എത്ര വലിയ ദേഷ്യത്തെയും അലിയിച്ചു കളയാൻ കെൽപ്പുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാനും സംസാരിക്കാനും ശീലിക്കുക. നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഊർജ്ജവും പോസിറ്റീവായി മാറും. അത് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകും. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുനടക്കുന്നവർക്ക് ദേഷ്യം വരുന്നത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദേഷ്യത്തെ ഒരു പരിധിവരെ വരുതിയിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ വഴി ധ്യാനമാണ്. ദിവസവും കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുകയും അതുവഴി ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ശാരീരികവും മാനസികവുമായ ഒട്ടനവധി അസ്വസ്ഥതകൾക്ക് ധ്യാനം ഒരു മികച്ച മരുന്നാണ്. ശാന്തമായ ഒരിടത്ത് മിണ്ടാതെ ഇരിക്കുക എന്നത് മാത്രമാണ് ഇതിൽ ചെയ്യേണ്ടത്. തുടക്കത്തിൽ മനസ്സ് പലയിടങ്ങളിലേക്കും പാഞ്ഞുപോയേക്കാം. അത് തടയാൻ നോക്കേണ്ടതില്ല. മനസ്സ് എങ്ങോട്ടാണോ പോകുന്നത് അത് വെറുതെ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്വസനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ മനസ്സിന്റെ അലച്ചിൽ പതുക്കെ കുറഞ്ഞുവരും. ഓർക്കുക, ദേഷ്യം കാര്യങ്ങളെ കൂടുതൽ വഷളാക്കുകയേയുള്ളൂ. അല്പം ആലോചിച്ച് സാഹചര്യത്തിനനുസരിച്ച് സ്നേഹത്തോടെ സംസാരിച്ചാൽ നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ പോലും ഭംഗിയായി നടക്കും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം സ്വയം ചോദിക്കുക, ഞാനിവിടെ ശരിക്കും ദേഷ്യപ്പെടേണ്ടതുണ്ടോ എന്ന്. പരുഷമായ വാക്കുകൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ പറഞ്ഞുപോകും. പക്ഷേ അത് മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന മുറിവ് വളരെ വലുതാണ്. ആ മുറിവ് അത്ര വേഗം ഉണങ്ങില്ല. ദേഷ്യം മാറുമ്പോൾ നിങ്ങൾക്കത് വലിയ ഖേദമായി മാറിയേക്കാം. പക്ഷേ അപ്പോഴേക്കുമെല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും. പല പ്രിയപ്പെട്ട ബന്ധങ്ങളും തകർന്നുപോകുന്നത് പരസ്പരം കേൾക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ്. ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ ഒരാൾ ശാന്തനായിരിക്കണം. മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ നിശബ്ദനായി അത് കേട്ടിരുന്നാൽ അയാളുടെ ദേഷ്യം തനിയെ കെട്ടടങ്ങിക്കോളും. അതുകൊണ്ട് ക്ഷമയോടെ കേൾക്കാനുള്ള ആ വലിയ ഗുണം നമ്മൾ വളർത്തിയെടുക്കണം. എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നതാണ് ഇതിനുള്ള രണ്ടാമത്തെ മാർഗം. ദേഷ്യം വരുമ്പോൾ ഉടനെ തന്നെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. മുന്നിലിരിക്കുന്ന ആൾക്ക് അറിവ് കുറവായതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കരുതുക. ഒഴുകുന്ന നദി പോലെ നിങ്ങളുടെ മനസ്സും തുടക്കത്തിൽ അലഞ്ഞേക്കാം. അതിനെ ബലമായി തടയാൻ നോക്കിയാൽ നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരാകും. പകരം നിശബ്ദനായിരുന്നു മനസ്സിനെ നിരീക്ഷിക്കുക. പതിയെ പതിയെ നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. മാനസികമായ അസ്വസ്ഥതകൾ മാറി മനസ്സിന് വലിയൊരു സുഖവും സമാധാനവും ലഭിക്കും. നാലാമതായി, മറ്റുള്ളവരോട് ക്ഷമിക്കാനും കാര്യങ്ങൾ മറന്നുകളയാനും പഠിക്കുക. വഴക്കുകളും മോശം വാക്കുകളും മനസ്സിൽ വയ്ക്കാതെ അവ അപ്പോൾ തന്നെ വിട്ടുകളയുന്നത് ദേഷ്യം ഒഴിവാക്കാൻ സഹായിക്കും. ഒരാൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റാണെങ്കിൽ അത് ക്ഷമിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടും. എന്നാൽ ഒരാൾ മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിക്കുകയാണെങ്കിൽ അയാളോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ നല്ലത് അത്തരക്കാരിൽ നിന്ന് ഒരു അകലം പാലിക്കുന്നതാണ്. അഞ്ചാമത്തെ വഴി സ്വയം നല്ല വാക്കുകൾ സംസാരിക്കുക എന്നതാണ്. ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഞാൻ സന്തോഷവാനാണ്, എന്റെ ജീവിതത്തിലെല്ലാം നല്ലതേ സംഭവിക്കൂ എന്നിങ്ങനെ ദിവസവും സ്വയം പറഞ്ഞുറപ്പിക്കുക. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരാലും സ്നേഹിക്കപ്പെടാനും എനിക്ക് കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ പതിയുമ്പോൾ ദേഷ്യം തനിയെ കുറഞ്ഞു തുടങ്ങും. ആറാമത്തെ മാർഗം, ദേഷ്യം വരുമ്പോൾ ആ സന്ദർഭത്തിൽ നിന്നും ആ സ്ഥലത്തുനിന്നും ഒന്നു മാറി നിൽക്കുക എന്നതാണ്. ആരോടാണോ ദേഷ്യം തോന്നുന്നത് അയാളുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കുന്നത് വലിയൊരു പരിധിവരെ തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി ദേഷ്യം അസഹനീയമാണെങ്കിൽ ഏഴാമത്തെ വഴിയായി ഒറ്റപ്പെട്ട ഒരിടത്തു പോയി ഉറക്കെ നിലവിളിച്ചോ മറ്റോ ആ ദേഷ്യം പുറത്തുകളയുക. ദേഷ്യം അതിന്റെ അത്യുന്നത നിലയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അല്പനേരം മാറി നിൽക്കുന്നത് മനസ്സിനെ തണുപ്പിക്കാൻ ഉപകരിക്കും. എട്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം നിങ്ങളുടെ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യരിൽ അനാവശ്യമായ ദേഷ്യം വർദ്ധിപ്പിക്കാൻ കാരണമാകും. ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല സാമ്പത്തിക ഭദ്രതയെയും കുടുംബസമാധാനത്തെയും തകർക്കും. ലഹരിക്കടിമപ്പെട്ടാൽ അതിൽ നിന്ന് പുറത്തുവരിക അത്ര എളുപ്പമല്ല. ഇന്ന് പല കുടുംബങ്ങളും തകരുന്നത് മദ്യപിച്ചെത്തി വീട്ടുകാരോട് ദേഷ്യം കാണിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരം ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സന്തോഷകരമായൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുക. മദ്യപാനം എന്നത് കേവലം ഒരാളുടെ വ്യക്തിപരമായ ശീലമല്ല, മറിച്ച് ആ മനുഷ്യന്റെ കുടുംബത്തെ വേരോടെ പിഴുതെറിയുന്ന ഒരു കൊടിയ വിപത്താണ്. മദ്യത്തിന്റെ ലഹരിയിൽ ബോധം മറഞ്ഞ് വീട്ടിലെത്തി കൂടെ കഴിയുന്ന ഭാര്യയോടും മക്കളോടും മോശമായി പെരുമാറുന്ന ഒരാൾ യഥാർത്ഥത്തിൽ സ്വന്തം വീടിന്റെ സമാധാനമാണ് തല്ലിക്കെടുത്തുന്നത്. സ്നേഹവും സന്തോഷവും നിറഞ്ഞു നിൽക്കേണ്ട ഒരിടത്തെ നരകസമാനമാക്കി മാറ്റാൻ മദ്യമെന്ന ഈയൊരു ശീലം മാത്രം മതി. അതുകൊണ്ടുതന്നെ നാശത്തിലേക്കുള്ള ആ വാതിൽ നാം ഒരിക്കലും തുറക്കരുത്. വരുംവരായികകളെക്കുറിച്ച് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഒരാൾ ഇത്തരം ദുശീലങ്ങളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കും.
എത്രയോ കുടുംബങ്ങളെയാണ് ഈ മദ്യം വഴിയാധാരമാക്കിയത്. എത്രയോ സുന്ദരമായ ബന്ധങ്ങളെ ഇത് തകർത്തെറിഞ്ഞു. ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ഈ വിപത്ത് തബാഹിയും തീരാത്ത ദുരിതവുമല്ലാതെ മറ്റൊന്നും നമുക്ക് നൽകില്ല. നമ്മുടെ ഉള്ളിലെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന 9ാമത്തെ വഴി കാത്തിരിക്കുക എന്ന ലളിതമായ നിയമമാണ്. നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം വരും. ആ നിമിഷം തന്നെ അവർക്ക് കടുത്ത മറുപടി നൽകാനോ അവരെ ഉപദ്രവിക്കാനോ ഒക്കെ തോന്നുമായിരിക്കും. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആ വ്യക്തിയുടെ മുന്നിൽ നിന്ന് മാറി നിൽക്കാനും കുറച്ചു സമയമോ അല്ലെങ്കിൽ കുറച്ചു ദിവസങ്ങളോ മൗനം പാലിച്ച് കാത്തിരിക്കാനോ നമുക്ക് കഴിയണം. ആ കാത്തിരിപ്പിൽ നിങ്ങളുടെയും മറ്റേ വ്യക്തിയുടെയും ദേഷ്യം പതുക്കെ തണുക്കും. ജീവിതത്തിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന വലിയ അബദ്ധങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ഈ ചെറിയൊരു ഇടവേള സഹായിക്കും. ഇനി ദേഷ്യം നിയന്ത്രിക്കാനുള്ള 10ാമത്തെയും അവസാനത്തെയും വഴി വളരെ ലളിതവും മനോഹരവുമാണ്. മനസ്സിനെ ശുഭകരമായ ചിന്തകളിലേക്ക് തിരിച്ചുവിടുക എന്നത് മാത്രമാണത്. വല്ലാതെ ദേഷ്യം തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുനോക്കൂ. അല്ലെങ്കിൽ മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം മനസ്സിൽ സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ പ്രക്ഷുബ്ധമായ മനസ്സിനെ പെട്ടെന്ന് തന്നെ ശാന്തമാക്കും. ഈ കഥ നൽകുന്ന വലിയൊരു പാഠമുണ്ട്. ദേഷ്യത്തിനുള്ള മരുന്ന് തേടി നാം എങ്ങും പോകേണ്ടതില്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും മരുന്നോ ഗുളികയോ മന്ത്രവാദമോ ഒന്നും നമ്മുടെ ദേഷ്യം മാറ്റാൻ പോകുന്നില്ല. എപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ മൗനം പാലിക്കാൻ പഠിക്കുന്നുവോ അന്ന് മാത്രമേ നമ്മുടെ മനസ്സ് നിയന്ത്രണവിധേയമാകൂ. ദേഷ്യമെന്നത് മിന്നിമറയുന്ന ഒരു അതിഥിയെപ്പോലെയാണ്. അത് കുറച്ചു നിമിഷങ്ങൾ മാത്രമേ നീണ്ടുനിൽക്കൂ. എന്നാൽ ആ നിമിഷങ്ങളിൽ നമ്മൾ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ ആയുസ് മുഴുവൻ മായാത്ത മുറിവുകളായി അവശേഷിക്കും. ആ വാക്കുകൾ ബന്ധങ്ങളെ തകർക്കും, ഹൃദയങ്ങളിൽ വിഷം നിറയ്ക്കും. ഒടുവിൽ ബാക്കിയാവുന്നത് തിരുത്താനാവാത്ത കുറ്റബോധം മാത്രമായിരിക്കും. കഥയിലെ ആ സാധു നൽകിയ കുപ്പിയിൽ ഒരു അത്ഭുതമരുന്നുമുണ്ടായിരുന്നില്ല, മറിച്ച് മൗനം എന്ന വലിയ ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു ഉപദേശമായിരുന്നു അത്. ദേഷ്യം വരുമ്പോൾ നിശബ്ദനായിരിക്കാൻ ശീലിച്ചാൽ നിങ്ങൾ ജയിക്കുന്നത് ഒരു തർക്കമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെയാണ്. ഓർക്കുക, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല, എല്ലാ പോരാട്ടങ്ങളിലും ജയിക്കേണ്ടതുമില്ല. ചിലപ്പോഴൊക്കെ തോറ്റുകൊടുക്കുന്നതല്ല, മൗനം പാലിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധി. സ്വന്തം ദേഷ്യത്തെ മെരുക്കാൻ കഴിയുന്നവനാണ് തന്റെ ബന്ധങ്ങളെയും ഭാവിയെയും സുരക്ഷിതമാക്കുന്നത്. അതുകൊണ്ട് ഇനി ദേഷ്യം വരുമ്പോൾ ഒരു നിമിഷം ആത്മനിയന്ത്രണം പാലിക്കുക, മൗനം സ്വീകരിക്കുക. എന്നിട്ട് മനസ്സിനോട് ഉറപ്പിച്ചു പറയുക, ഞാൻ ദേഷ്യം കൊണ്ടല്ല, മറിച്ച് വിവേകം കൊണ്ടാണ് പ്രതികരിക്കുക. ശാന്തനായിരിക്കുന്ന മനുഷ്യൻ ദുർബലനല്ല, മറിച്ച് അവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കരുത്തൻ.